അറിഞ്ഞില്ലേ, വെറും ഒരു മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആദി സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2025 പരീക്ഷയ്ക്ക് തുടങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഡേറ്റ് ഷീറ്റ് എപ്പോൾ വരും എന്നായിരുന്നു കുട്ടികൾ ചോദിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാണ് എക്സാം വരുന്നത് എന്നുള്ള ആ ഡേറ്റ്സുകളൊക്കെയാണ് ഓരോ സബ്ജക്റ്റിന്റെയും. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NIOS ഏപ്രിൽ 2025 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീ അടിച്ച് പരീക്ഷ കാത്തിരിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ സന്തോഷ വാർത്ത നമ്മുടെ ഡേറ്റ് ഷീറ്റോടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ. സോ നമ്മൾ എടുത്ത പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സിൽ സയൻസിലുള്ള കുട്ടികൾക്ക്, അതേപോലെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, SSLCയിലൊക്കെ ലാബ് ഉള്ള സബ്ജക്ട് എടുത്ത കുട്ടികൾ, ഇപ്പോൾ ഡാറ്റ എൻട്രി ഒക്കെ പോലെ സബ്ജക്ട്സ് അല്ലെങ്കിൽ വൊക്കേഷണൽ സബ്ജക്ട് എടുത്ത കുട്ടികൾക്കൊക്കെ ലാബ് എക്സാമിനേഷൻ ഉള്ള സബ്ജക്ട്സുകളുടെ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം നമ്മുടെ ഡേറ്റ് ഷീറ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഏപ്രിൽ 2025 രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ് ഒക്കെ വന്നു. ഇനി നമ്മുടെ തിയറി ഡേറ്റ് ഷീറ്റ് വരാൻ പോവുകയാണ്. നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ നടക്കാൻ പോവുകയാണ്. സോ മാർച്ച്, ഏപ്രിൽ, മെയ്കളായിട്ട് നമ്മുടെ പരീക്ഷയൊക്കെ നടക്കും. അപ്പോൾ കണ്ടോ, ഇവിടെ ഡേറ്റിന് നോക്കി നമുക്ക് മാർച്ചിൽ നമ്മുടെ എക്സാം തുടങ്ങുന്നത് കാണാൻ പറ്റും. സോ ഈ ഒരു ഡേറ്റ് ഒക്കെ ഏകദേശം അടുത്തു. ഇനി പഠിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. സോ മക്കളെ കാത്തിരിക്കേണ്ട, ഒന്നും പഠിച്ചിട്ടില്ല, ഇനി പരീക്ഷയ്ക്ക് വരുന്ന മാത്രം പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് എടുക്കുക. 5ാമത്തെ സീസണാണ് നടക്കുന്നത് അഡ്മിഷൻ ഇപ്പോൾ. കഴിഞ്ഞ 4 സീസണുകളിലും എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ പറ്റിയത് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിലൂടെയാണ്. സോ മക്കളെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് നിങ്ങളും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ. സോ ക്രാഷ് കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട ബേസിക് കണ്ടന്റുകളും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളതിനെ പ്രയോറിറ്റി ചെയ്തിട്ടുള്ള നമ്മുടെ Q&A സെഷനും ഒബ്ജക്റ്റീവ് ബാങ്കുകളൊക്കെ ഉണ്ടാവും. സോ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ച് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഈസിയാണ്. സോ ആ ഭാഗങ്ങൾ മാത്രം ഏത് സബ്ജക്ട്, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, SSLC, ഏത് സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. സോ ക്രാഷിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ താഴെ കാണുന്ന നമ്പറോട്ട് വിളിച്ച് വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം മാർച്ച് 17 മാർച്ച് തൊട്ട് 20 മാർച്ച് വരെ നമുക്ക് മാർച്ച് 17 ഏകദേശം ഈ ഒരു അടുത്ത മാസം പകുതിയിൽ തൊട്ട് നമുക്ക് നമ്മുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുകയാണ്. സോ അതിന്റെ ഡേറ്റ് ഷീറ്റാണ് വന്നിട്ടുള്ളത്. സോ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് ആദ്യം നടക്കുന്നത് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ സീനിയർ സെക്കൻഡറി എന്ന് പറയുന്നത് +2ഉം അതേപോലെ സെക്കൻഡറി എന്ന് പറയുന്നത് 10ാം ക്ലാസ്സുമാണ്. ഓക്കെ, സോ നമുക്കറിയാം ഡേറ്റ് ഷീറ്റാണ്, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റ് ഷീറ്റാണ്. സോ ഇത് നമ്മുടെ ഏപ്രിൽ 2025 എക്സാമിനേഷൻ ആണ്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത്. സോ മാർച്ചിൽ നമുക്ക് നമ്മുടെ ലാബ് എക്സാമിനേഷൻ ആണ്. സോ +2ൽ ഹോം സയൻസ് എടുത്ത കുട്ടികൾക്കും അതേപോലെ ബയോളജി എടുത്ത കുട്ടികൾക്കും ജോഗ്രഫി എടുത്ത കുട്ടികൾക്കും കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്കും പിന്നെ ഇതല്ലാതെ ഈ 2 വൊക്കേഷണൽ സബ്ജക്റ്റ് എടുത്ത കുട്ടികളാണെങ്കിൽ അവർക്കും ഈ ഒരു ലാബ് എക്സാമിനേഷൻ ഉണ്ട്. വൊക്കേഷണൽ അല്ല, നോർമൽ ലാബ് സബ്ജക്റ്റിനാണ് വന്നിട്ടുള്ളത്. അതല്ലാതെ 10ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി എടുത്ത കുട്ടികൾക്കും 10ാം ക്ലാസ്സിൽ ഹോം സയൻസ് എടുത്ത കുട്ടികൾക്കും അതല്ലാതെ കർണാടിക് സംഗീത് ഫോർക്ക് എടുത്ത കുട്ടികൾക്ക്. സോ ഞങ്ങളുടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ, നോർമലി എടുക്കുന്ന സബ്ജക്ട്സ് ആണ്. സോ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സബ്ജക്റ്റ്, അതല്ലാത്ത ഞാൻ നോട്ടിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 17 മാർച്ച് തൊട്ട് 20 വരെ. അപ്പോൾ ഈ ഒരു ഡേറ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, 17ാം തീയതി 20ാം തീയതി കടിയിൽ എപ്പോൾ വേണമെങ്കിലും പോയി പരീക്ഷ ചെയ്ത്. അങ്ങനെയല്ല, ഇത് 18-20 നമ്മുടെ NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നമ്മുടെ NIOS ബോർഡ് പ്രഖ്യാപിച്ച ഡേറ്റ് ആണ്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ഡേറ്റിലായിരിക്കും സ്റ്റഡി സെന്ററുകളിൽ ഈ ഒരു എക്സാമിനേഷൻ നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 17-20 വരെ സമയം ഉണ്ടല്ലോ പറഞ്ഞ് 20ാം തീയതി പോകാൻ നിൽക്കണം. അതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ എക്സാം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. സോ ഇത് ഇങ്ങനെ നടത്താൻ ഈ ടൈമിലാണ് നടക്കുക എന്നുള്ളതാണ് NIOS പറയുന്നതെങ്കിൽ പോലും നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ സ്റ്റഡി സെന്ററിൽ ഡേറ്റ് വന്നിട്ടുണ്ടാവും. സോ ഇതിൽ ചിലപ്പോൾ 17ാം തീയതി ആയിരിക്കും നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ. ഓരോ സ്റ്റഡി സെന്ററിൽ വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും. ഈ ഒരു 18-20 ഉള്ളിൽ എക്സാം നടക്കുള്ളൂ, പക്ഷേ ഈ വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ എന്നാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത് ചോദിച്ച് മനസ്സിലാക്കുക. +2 10ാം ക്ലാസ് കുട്ടികൾ. ഓക്കെ, ഈ ഒരു 18-20 വരെ എക്സാമിനേഷൻ നടക്കുന്ന സബ്ജക്ട്സുകൾക്ക് 21-24 മാർച്ച് വരെ നമുക്ക് വരുന്ന സബ്ജക്ട്സ് +2ലാണ് കെമിസ്ട്രിയുടെ ലാബ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്, എൻവയോൺമെന്റൽ സയൻസ് നടക്കുന്നുണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗ നടക്കുന്നത്, അതേപോലെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, നോർമൽ വൊക്കേഷണൽ അല്ല, ഡാറ്റ എൻട്രി ഓപ്പറേഷൻ, പിന്നെ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ്, ഇത്രയാണ് സബ്ജക്ട്സ് ആണ് നടക്കുന്നത്. 10ാം ക്ലാസ്സിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടോ മാത്സിന്റെ 10ാം ക്ലാസ്സിൽ മാത്സിന് ലാബ് ഉണ്ട്. സോ അതിന്റെ എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ ഡാറ്റ എൻട്രിയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. അതല്ലാതെ പെയിന്റിംഗ് സബ്ജക്ട് എടുത്ത കുട്ടികൾക്ക് അതും
ഹിന്ദുസ്ഥാനി മ്യൂസിക്. ഇത്ര സബ്ജക്ട്സുകളാണ് 21 to 24 വരെയുള്ള സമയങ്ങളിലായിട്ട് നടക്കുന്നത്. സോ ഇതും നിങ്ങൾ ആ ഒരു ഡേറ്റ് ഏത് ഡേറ്റിലാണ് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ എക്സാം നടക്കുന്നത്. സ്റ്റഡി സെൻറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID കാർഡ് കിട്ടണം. ID കാർഡിൻ്റെ താഴെ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ ഉണ്ടായിരിക്കും. ഇനി നമുക്കൊരു ഹോൾ ടിക്കറ്റ് പ്രാക്ടിക്കലിന് വരാനുണ്ട്. സോ വരുമ്പോൾ നിങ്ങൾ അറിയിക്കാം. ഓക്കെ. അതേപോലെ തന്നെ 25 മാർച്ച് തൊട്ട് 28 മാർച്ച് വരെ നമുക്ക് നടക്കുന്ന സബ്ജക്ട്സുകൾ ഹൗസ് കീപ്പിംഗ്, കാറ്ററിംഗ് മാനേജ്മെന്റ്, ഫുഡ് പ്രോസസ്സിംഗ്, പ്രിസർവേഷൻ ഫ്രൂട്ട്സ്, വെബ് ഡിസൈനിങ്, ഇങ്ങനെ സബ്ജക്ട്സുകളാണ്. ഇതിൽ 10ാം ക്ലാസ്സിലാണെങ്കിൽ തന്നെ നമുക്ക് കട്ടിങ് ആൻഡ് ടൈലറിംഗ്, ഡ്രസ് മേക്കിംഗ്, ബ്യൂട്ടി കൾച്ചർ, ഹെയർ കെയർ, എംബ്രോയിഡറി, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്ട്സുകളാണ് വരുന്നത്. ഓക്കെ. 29 മാർച്ച് തൊട്ട് 1 ഏപ്രിൽ വരെ നമുക്ക് വൊക്കേഷണൽ സബ്ജക്ട്സുകളാണ് നടക്കുന്നത്. വൊക്കേഷനിൽ ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾ ചിലപ്പോൾ ഡാറ്റ എൻട്രി ഒക്കെ എടുത്ത കുട്ടികൾ ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെ ബേസിക് കമ്പ്യൂട്ടിംഗ്, കമ്പ്യൂട്ടർ സർട്ടിഫിക്കേഷൻ ഇൻ ബേസിക് കമ്പ്യൂട്ടിംഗ്, ഈ സബ്ജക്ട്സ് എടുത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. സോ ഇത് 29 മാർച്ച് ടു ഏപ്രിൽ 1, അങ്ങനെ ഏപ്രിൽ 1 വരെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. കൂടുതലായിട്ടുള്ള കുട്ടികൾ എടുത്തുള്ള സബ്ജക്ട്സ് ഹോം സയൻസ് ഉണ്ടായിരിക്കാം, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ഡാറ്റ എൻട്രി, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ്, പിന്നെ മാത്സ്, ഡാറ്റ എൻട്രി, ഇത്ര സബ്ജക്ട്സുകളാണ് പ്രാക്ടിക്കലായിട്ട് കൂടുതലായിട്ട് കുട്ടികൾ എടുത്തിട്ടുണ്ടാവുക. സോ ഇതല്ലാതെ ഉള്ള സബ്ജക്ട്സുകൾ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും കുട്ടികൾ എടുത്ത സബ്ജക്ട്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മക്കളെ ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഡേറ്റ് ഷീറ്റ് വന്നു, നമ്മുടെ എക്സാം തുടങ്ങാൻ പോവുകയാണ്. എക്സാം എന്ന് തുടങ്ങുന്നുള്ള ഡേറ്റ് വന്നു. ഇനി നമുക്ക് ഹാൾ ടിക്കറ്റ് വരും. അപ്പോൾ ഇനി പഠിക്കാനൊന്നും സമയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. മറക്കേണ്ട, നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ക്രാഷിൽ ഒരുപാട് കുട്ടികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ കുട്ടികൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ക്രാഷിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഇപ്പോൾ ഈ ക്രാഷിൽ വരുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം 10-15 മിനിറ്റ് സെഷൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അവർക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാനുള്ള കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് മാർച്ച് 1 തൊട്ട് ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരിയിൽ നമ്മൾ നടക്കുന്നത് നമ്മുടെ ബേസിക് 4 ടോപ്പിക് കണ്ടന്റ് ആണ്. സോ ഈ ക്ലാസ് ഇപ്പോൾ ഇന്ന് ജോയിൻ ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ പോയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ 1 വീക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സോ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് റെഡി ആയി വെക്കുക. നമ്മൾ മാർച്ച് തൊട്ട് നമ്മുടെ Q&A സെഷനും അതേപോലെ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ വരികയാണ്. അത് വരുമ്പോഴത്തേക്കും നമുക്ക് ബേസ് ആയിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ക്ലാസ് ഈ ഒരു വീക്ക് തന്നെ എല്ലാവരും അറ്റൻഡ് ചെയ്ത് തീർക്കുക. ദെൻ നെക്സ്റ്റ് മാർച്ച് 1 തൊട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് Q&A സെഷനും നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്ക് നോക്കാം. സോ ഫൈനലി നമ്മുടെ എക്സാമിനേഷൻ ഏപ്രിൽ മെയിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു ക്രാഷ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് നേടാനുള്ള കണ്ടന്റുകൾ ഉണ്ടാവും. സോ ഇത് മാത്രം അറ്റൻഡ് ചെയ്ത് പോയാൽ തന്നെ നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് നോക്കിയാൽ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഷീറ്റ് വന്ന കാര്യമാണ്. ഏതൊക്കെ സബ്ജക്ട്സ് എന്തൊക്കെയാണ് എക്സാം നടക്കുന്നത് പറഞ്ഞു. അപ്പോൾ മക്കളെ വേഗം തന്നെ സ്റ്റഡി സെന്ററിലോട്ട് വിളിച്ച് നിങ്ങളുടെ ഡേറ്റ് എന്നാന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ തരും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട്, ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങൾ, ആർക്കും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ NIOS ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ. ഇന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരയ്ക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.